നല്ല ചൂട് ചപ്പാത്തിക്കും ചോറിനൊക്കെ ഒരുപോലെ സൈഡായിട്ട് കഴിക്കാൻ പറ്റാവുന്ന കിട്ടു ടേസ്റ്റുള്ള സോയാബീൻ റോസ്റ്റിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ചെറിയൊരു എരിവോട് കൂടിയിട്ടുള്ള കുഞ്ഞു ഗ്രേവിയോട് കൂടിയിട്ട് വരുന്ന അടിപൊളി റോസ്റ്റിന്റെ റെസിപ്പിയും കൂടിയാണ്. അപ്പൊ ആദ്യം തന്നെ സോയാബീൻ ഒന്നും കൂടി വേവിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പും കൂടി ചേർത്ത് 1 കപ്പ് സോയാബീൻ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നല്ലോണം കഴുകി ശരിക്കും വെള്ളം പിഴിഞ്ഞ് നമുക്ക് എടുക്കാവേ. ഇനിയിപ്പോൾ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകും അതേപോലെ തന്നെ മീഡിയം വലുപ്പത്തിലുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയും കൂടി ചേർത്ത് ശരിക്കും ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. തക്കാളിയും അതേപോലെ തന്നെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയാബീനും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ചൂടുവെള്ളം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം മൂടി വെച്ച് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നും കൂടെ സെറ്റായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും പെരിഞ്ജീരകത്തിന്റെ പൊടിയും അതേപോലെ തന്നെ മല്ലിയില കട്ട് ചെയ്തും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സായി ശരിക്കും ഒരു റോസ്റ്റ് പരിവാകുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാൻ മതിയുള്ളൂ. ഗ്രേവിയൊക്കെ എത്രത്തോളം വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള സോയാബീൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ്. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാം കേട്ടോ.